ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1795 ദിവസമായ ഇന്ന് 2026 ഏപ്രിൽ മാസം 14 തീയതി ചൊവ്വാഴ്ച, 1201 ആണ്ട് മേടമാസം 1 തീയതി. ഗുരുവചനങ്ങളിലൂടെ അവരവരുടെ അസുഖത്തിന് അവരവർ തന്നെ ഔഷധം സേവിച്ച് പരിഹാരം തേടുന്നത് പോലെ നമ്മുടെ ശോച്യാവസ്ഥയ്ക്ക് നാം തന്നെ പരിഹാരം കണ്ടെത്തണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ ദക്ഷിണ ഭാരതത്തിലെ 3 ഗുരുക്കന്മാർ എന്ന് വിവരിക്കുന്നതിൻ്റെ 4ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ആര്യന്മാരുടെ ശംഖനാദം ഏൽപ്പിച്ച അടിക്ക് ആദ്യം കിട്ടിയ തിരിച്ചടിയായിരുന്നു ബുദ്ധമതവും ജൈനമതവും. പിൽക്കാലത്ത് അവ തറയിൽ ഉറച്ചു നിൽക്കാനാവാത്ത വണ്ണം ഉത്കൃഷ്ടമായി പോയി, അഥവാ വ്യക്തികൾക്ക് ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കാനാവാത്ത വണ്ണം അലൗകികമായി പോയി. മധ്യകാല യൂറോപ്പിലെ ക്രിസ്തീയ ദൈവശാസ്ത്രജ്ഞന്മാരായ തത്വചിന്തകരുടെ തലനാരിഴകീറുന്ന മതവാദങ്ങളോട് സാദൃശ്യമുള്ളതായിപ്പോയി അവയിലെ സിദ്ധാന്തങ്ങളും അതിസൂക്ഷ്മമായ വാദമുഖങ്ങളും സ്ഥാപിക്കുക തന്നെയായി തീർന്നു ഈ മതങ്ങളുടെ ലക്ഷ്യം. ഒരു പ്രത്യേക അംശത്തിന് അമിത പ്രാധാന്യം നൽകിയത് മൂലം മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലെ ആവശ്യങ്ങളെ സ്പർശിക്കുന്നതിൽ നിന്നെല്ലാം വിട്ടകന്ന് ഉയർന്നുപോയ ഈ 2 മതസിദ്ധാന്തങ്ങളും ക്രമേണ ആവിയായി സാധാരണ മനുഷ്യരുടെ താൽപ്പര്യ ചക്രവാളത്തിൻ്റെ വെളിയിലേക്ക് പറന്നൊതുങ്ങി. അതേസമയം നാശമേൽക്കാതെ മണ്ണിനടിയിൽ കിടന്നിരുന്ന ജ്ഞാനബീജത്തിൻ്റെ പുതിയ മുളകൾ പുതിയ രൂപത്തിൽ പൊട്ടിമുളച്ച് വളരുകയും ചെയ്തു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്.